ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വെള്ളിയാഴ്ച വരെയുള്ള പരിഗണനയല്ല. വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് പറഞ്ഞാൽ പിന്നെ നേരിട്ടങ്ങ് എത്തുക. ഇവിടെ പോയിട്ട് ഇപ്പൊ ഈ 3 സ്വലാത്ത് പറഞ്ഞ് എന്തെങ്കിലും നിങ്ങളുടെയും പേരും കുടുംബവും വീടും എല്ലാം അവിടെ എത്തിച്ചു കഴിഞ്ഞു. അള്ളാഹു പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് പേര് കേൾക്കുമ്പോ സ്വലാത്ത് പറയണം. അതിലൊരു മടിയില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം മരിക്കുമ്പോ മുസ്ലിമായിട്ട് മരിക്കണം. എവിടെ നോക്കിയിട്ട് വായിക്കണം. എല്ലാവരുടെ ആഗ്രഹമല്ലേ മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ആഗ്രഹമുള്ളവരെന്ന് കൈവക്കിക്കും. അതിന് മടിയുള്ളവരുണ്ടോപ്പാ? ഒന്നര കൈയുള്ള കായുണ്ട് അല്ലേ? അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എവിടെന്ന് വായിക്കണം. മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അറിയാഞ്ഞിട്ടാ? മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അടുക്ക വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ അറിയാഞ്ഞിട്ടാ? അവനറിയാം. എല്ലാവർക്കും അത് പറയാൻ അറിയാം. പിന്നെ പറഞ്ഞു കൊടുക്കുന്നത് അതാ സാഹചര്യം മനസ്സിലാക്കണം. ആ സാഹചര്യം എല്ലാവരെ കൊണ്ടും കഴിയുന്നതല്ല. ചില കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പല കബറിൽ കൊണ്ടുവെക്കുമ്പോ എന്താ ചോദിക്കണമെന്ന് വെച്ചാൽ മൻ റബ്ബുക മൻ ദീനുക മൻ എല്ലാം നമുക്കറിയാം, പഠിച്ചു വെച്ചിരിക്കാം. പക്ഷെ പറയാൻ കഴിയണമെന്നില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആരെങ്കിലും പറയുന്നത് കേട്ടല്ല പറയേണ്ടത്. മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വായിച്ചിട്ട് മരിക്കണം. എവിടെന്ന് വായിക്കണം? എവിടെന്ന് വായിക്കണം? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന എന്റെ മക്കളോട്, മക്കളെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വായിക്കണം. അസ്റായിലിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, അത് വായിച്ചിട്ട് മരിക്കണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഇരിപ്പിരുന്ന വായിക്കാൻ പറ്റൂല. ഈ ഇരിപ്പിരുന്ന അത് വായിക്കാൻ പറ്റൂല. അസ്റായിലിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചിട്ട് മരിക്കണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് വായിക്കാൻ ആഗ്രഹമുള്ള ഒരു കൈവക്കി അത് വായിക്കാൻ കൊള്ളാം. അൽഹംദുലില്ലാഹ്. ചെറിയ മാറ്റമാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 കാര്യം ചെയ്താൽ മതി. 3 കാര്യം നിന്റെ ജീവിതത്തിൽ ചെയ്യ്. മരിക്കുന്ന സമയത്ത് അത് വായിച്ചിട്ട് മരിക്കാം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതിൽപ്പെട്ട 1ാമത്തെ കാര്യമൊക്കെയാണ് ഈ പറഞ്ഞത്. അതിൽപ്പെട്ടതാണ്. ഞാൻ സ്വലാത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു മടി. അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് പറയുമ്പോ വേറെന്തെങ്കിലും ഒരു പാർട്ടിയുടെ യോഗത്തെ കുറിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കുറിച്ച് ഒരു ജൈവിളിക്കാൻ നമുക്കൊക്കെ വലിയ ആർജവമാ. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, ഇന്ന് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്ത് വലിച്ചെറിയുന്ന കാലമാണ്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാർക്ക് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്ത് നഷ്ടപ്പെട്ടു പോകുന്ന കാലമാണ്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, സ്വലാത്തിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ ഒരു സ്വലാത്ത് പറയാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന മഹത്വം അറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ മഹാനായ അബൂ ഹുറൈറ തങ്ങളെ പറയുകയാണ്, ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് പടച്ചവനെ 4 മലക്കുകൾ ഇറങ്ങി വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് 4 മലക്കുകൾ കടന്നു വന്നു. 1ാമതായി വന്ന മലക്കേതെന്നറിയുമോ? മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് നബിയെ, എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് നബിയെ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, എന്റെ ഇസ്രായീൽ? അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, മൻ സല്ലാ അലൈക ഫീ കുല്ലി യൗമിൻ 10 അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ എല്ലാ ദിവസവും തന്റെ ജീവിതത്തിലെ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരില് മുടങ്ങാതെ 10 സ്വലാത്ത് പറഞ്ഞാൽ
അല്ലാഹുവിന്റെ റസൂലിന്റെ പേരില് നൂറുകണക്കിന് സലാത്തുകളല്ല 10 സലാത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ മുടങ്ങാതെ പറഞ്ഞാൽ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഇസ്രായേൽ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അവന്റെ മരണം എങ്ങനെയെന്നറിയുമോ? അവന്റെ സക്കറാത്തിന്റെ അവസ്ഥ എങ്ങനെയെന്നറിയുമോ? അവന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? മലക്കുൽ മൗത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനോട് മലക്കുൽ മൗത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരില് മുടങ്ങാതെ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഇന്ന് മുതൽ മുടങ്ങാതെ 10 പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമാണ്. അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം മരിക്കുന്ന സമയത്ത് അല്ലാഹുവേ മലക്കുൽ മൗത്ത് നിന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ, അല്ലാഹുവേ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ നിന്റെ റൂഹ് നാളെ ഇസ്രായേൽ പിടിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു നിന്റെ മരണവേദന കുറച്ചു തരികയാ. എണ്ണയ്ക്കകത്ത് നിന്ന് നൂല് വലിച്ചൂരുന്നത് പോലെ, എണ്ണയ്ക്കകത്ത് നിന്ന് നൂല് വലിച്ചൂരുന്നത് പോലെ അല്ലാഹു നിന്റെ റൂഹ് പിടിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമതായി വന്ന മലക്ക് ഇറങ്ങിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് രണ്ടാമതായി ഇറങ്ങി വന്ന മലക്ക് അല്ലാഹുവേ മീകായിൽ അലൈഹിസ്സലാം. മീകായിൽ എന്ന മലക്ക് അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അൻ സല്ലാ അലൈക ഫീ കുല്ലി യൗമിൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് മീകായിൽ എന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നബിയെ, ഏതെങ്കിലും ഒരു മനുഷ്യന് മുടങ്ങാതെ അങ്ങയുടെ പേരിൽ 10 സ്വലാത്ത് പറഞ്ഞാൽ, എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു മനുഷ്യന് മുടങ്ങാതെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ പേരിൽ 10 സ്വലാത്ത് പറഞ്ഞാൽ അവന് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നാളെ പടച്ചവന്റെ പരലോക ഈ ഇവിടുത്തെ പള്ളിക്കാട്ടിൽ നിന്ന് പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്നാരങ്ങളിൽ വെടികുത്തി വെച്ച് ഇഴഞ്ഞു നടന്നു നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്ത് 41 കോലത്തിലാ കടന്നു പോകുന്നത്. അന്ന് അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാതെ തലയുടെ മുകളിൽ സൂര്യതിച്ചു നിൽക്കുന്ന പടച്ചവന്റെ പരലോകമുണ്ടല്ലോ, ആ പരലോകത്ത് ഞാനെങ്ങനെ നിൽക്കുമല്ലോ, അന്ന് വല്ലാത്ത ദാഹമാണല്ലോ. യാ റസൂലല്ലാഹ് അനാ അസ്വീഹി മിൻ ഹൗലിക യാ റസൂലല്ലാഹ്, അവനെ ഞാൻ ഹൗലുൽ കൗസറിലെ വെള്ളം കുടിപ്പിക്കും നബിയേ. അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞവനുണ്ടല്ലോ, അവനെ നാളെ ഞാൻ ഹൗലുൽ കൗസറിലെ വെള്ളം കോരി കൊടുക്കും നബിയേ. മൂന്നാമത്തെ പ്രതിഫലമുണ്ട്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാകളത്തിൽ ഊതുന്ന മലക്ക് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന് ഇന്നത്തെ ദിവസം മുതൽ പരസ്പര ഈ വെള്ളിയാഴ്ച രാവിലെ മുതൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ എപ്പോഴോ തമാശക്കാകട്ടെ, കളിയാക്കിയാകട്ടെ, ആരെങ്കിലും കാണാനാകുന്നതാകട്ടെ, ശുദ്ധിയുള്ളപ്പോഴാകട്ടെ, ശുദ്ധിയില്ലാത്തപ്പോഴാകട്ടെ, എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ 10 സ്വലാത്ത് പറഞ്ഞാൽ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇസ്രാഫീൽ എന്ന മലക്ക് പറയുകയാ, നാളെ പടച്ചവന്റെ പരലോകത്ത് ഞാനും നിങ്ങളെ ഒരുമിച്ച് കൂടുമ്പോ അല്ലാഹുവിന്റെ കോടതിയിൽ ഞാനും നിങ്ങളെ ഒരുമിച്ച് കൂടുമല്ലോ. അന്നത്തെ ദിവസം അല്ലാഹുവിന്റെ മുന്നിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അസ്ജുദു ലില്ലാഹി തആല മാ റഫഉ റസീ ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു.
അല്ലാഹുവിന്റെ മുന്നിൽ ഇസ്രാഫീൽ എന്ന മലക്ക് സുജൂദിൽ കിടന്ന് കരയുകയാണ്. ഇസ്രാഫീൽ കിടന്ന് കരയുന്നു. എഴുന്നേക്ക് ഇസ്രാഫീൽ, എഴുന്നേക്ക് ഇസ്രാഫീൽ. എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? യായിരായി എന്ന പടച്ച റബ്ബേ, എഴുന്നേക്കില്ല അല്ലാ, ഞാൻ എന്റെ തല ഉയർത്തില്ല അല്ലാ. പടച്ചവനെ റസൂലുള്ളാഹിന്റെ പേരിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ മുടങ്ങാതെ സ്വലാത്ത് പറഞ്ഞ ഈ മനസ്സുണ്ടല്ലോ, ഇവന്റെ പാവങ്ങളെ പുറത്തു കൊടുക്കാതെ എന്റെ തല ഞാൻ ഉയർത്തില്ലെന്ന് ഇസ്രാഫീൽ എന്ന മലക്ക് അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് കരയുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സ്വലാത്ത്. ഇസ്രാഫീൽ എന്ന മലക്ക് നിന്റെ പാപം പുറത്തു നിനക്ക് സ്വർഗം തരുന്നത് വരെ കടന്ന് കരയും, നിന്നെ സ്വർഗത്തിൽ വിടുന്നത് വരെ കരയും. 4 അല്ലാഹുവിന്റെ റസൂലിനോട് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാ, യാ റസൂലല്ലാഹ്, അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, നരകത്തിന്റെ മുകളിലൂടെ അല്ലാഹു വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന പാലമുണ്ടല്ലോ, അല്ലാഹുവേ, ഒരു മുടി 7 മുറിച്ചിട്ട് അതൊരു അംശം എത്ര നേർമയുള്ളതാണോ അതുപോലെ നേർമയുള്ള ഒരു പാലം അല്ലാഹു നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിട്ടുണ്ട്. ആ പാലത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ മുടങ്ങാതെ 10 സ്വലാത്ത് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, അവന്റെ കയ്യിൽ പിടിച്ച് ഞാൻ സ്വർഗത്തിലെത്തിക്കും നബിയേ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് വെള്ളിയാഴ്ച രാവാ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വലാത്തിന്റെ മഹത്വമല്ല ഞാൻ പറയുന്നത്, അതിന്റെ വിഷയമല്ല. എങ്കിലും വെള്ളിയാഴ്ച രാവിലെ റസൂലുള്ളാഹിയുടെ പേര് പറഞ്ഞപ്പോ റമളാൻ മാസം 30 ദിവസം നോമ്പ് പിടിച്ച എന്റെ പ്രിയമുള്ള സഹോദരങ്ങളുടെ മുന്നിലിരുന്നിട്ട് ഒന്ന് ശബ്ദമുയർത്തിയിട്ട് റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോ ഒന്ന് സ്വലാത്ത് പറയാനുള്ള മടി കാണിച്ചതിന്റെ പേരിൽ പറഞ്ഞതാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് കിട്ടുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്തുകൾ പറഞ്ഞു രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു രക്ഷപ്പെടുന്നവരിൽ പെടുത്തുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, അല്ലാഹുവിന്റെ അർശിരിക്കുന്നത് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിനകത്താണ്. ഒരു യഥാർത്ഥ വിശ്വാസി അവന്റെ ഹൃദയത്തിനകത്താണ് അല്ലാഹുവിന്റെ സിംഹാസനം ഇരിക്കുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടോ ഇല്ലേ ഇന്ന് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഉസ്താദിന്റെ വഅദ് ടെസ്റ്റ് ചെയ്യാനുള്ള ദിവസമല്ല, നിനക്ക് നീ തന്നെ മാർക്കിടും. ഈ സദസ്സിലിരിക്കുന്ന ഓരോ ആണും നീ നിനക്ക് തന്നെ മാർക്കിട്. നിന്റെ ഹൃദയത്തിനകത്ത് അല്ലാഹുവിന്റെ അർശുണ്ടോ ഇല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നബിയേ, അറിയാൻ വല്ല അടയാളമെങ്കിലും ഉണ്ടോ നബിയേ? ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് അല്ലാഹുവിന്റെ അർശുണ്ടോ എന്ന് അറിയാൻ വല്ല എളുപ്പ വഴി വല്ല ഉണ്ടോ? 5 അടയാളങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു. ഈ 5 അടയാളം നിങ്ങളിൽ ആർക്കെങ്കിലും നമ്മളിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അല്ലാഹുവിന്റെ അർശ് നമ്മുടെ ഹൃദയത്തിലുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ.